Hi. Challenges of life in അടുത്തൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് കാണുന്നത് ദീദി. സഹീന മിസ്ട്രി എഴുതിയ ഒരു അവരുടെ തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഏടാണ് നമ്മൾ ഈ ഒരു ദീദി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കാണുന്നത്. അപ്പം ഈ ചാപ്റ്റർ കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് സഹീന മിസ്ട്രി ആരാണെന്ന് കാണാം. Saheen Mistri is an Indian social activist and educator. She is a founder of the Aksharappura Foundation, an Indian educational initiative in Mumbai and Pune, and is also the CEO of Teach for India since 2008. Saheen Mistri was born in Mumbai in India. She had an international upbringing and grew up in various countries including Lebanon, Greece, Saudi Arabia, Indonesia and the United States, as she moved countries with her father, a senior banker with Citigroup. After attending boarding school in Connecticut, she moved to India for higher education. She graduated with a BA degree in sociology from St. Xavier's College, University of Mumbai, and later obtained a master's education from the University of Manchester. Before launching the Aksharappura Foundation, Saheena's interest in children's education led her to volunteer as a teacher in diverse organizations in Mumbai, such as the Happy Home and School for the Blind and the EAR School for the Hearing Impaired. നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ കാണുമ്പോൾ തന്നെ സഹീന ആരാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിയിരുന്ന ഒരു വ്യക്തിത്വമാണ് സഹീന. മാത്രമല്ല നല്ല എഡ്യൂക്കേഷനും അപ്ബ്രിങ്ങിങ്ങുമുള്ള ഒരു വ്യക്തി കൂടിയാണ് സഹീൻ മിസ്ട്രി എന്ന് പറയുന്ന ഈ ലേഡി. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസ് എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടുക. പിന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുന്ന എല്ലാ കൂട്ടുകാരും പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം സഹീൻ മിസ്ട്രി എഴുതിയ ദീദി എന്ന് പറയുന്ന അവരുടെ തന്നെ ഒരു സ്വന്തം ജീവിതകഥയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ദീദി ദീദി എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ ചേച്ചി എന്നുള്ള രീതിയിലാണല്ലോ അർത്ഥമാണല്ലോ. ഓക്കെ. ദീദി. I reached to touch a rainbow today. I reached up high, so high, and yet as such as I reached up, I could not touch the sky. I'll reach to touch a rainbow again. I'll reach up higher than high, and if I reach up high enough, I just may skim the sky. ഇതൊരു ഇവരുടെ തന്നെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വലിയ ആളാവണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയരങ്ങളിൽ എത്തണമെന്ന് വളരെയധികം ആകാംക്ഷയും ആഗ്രഹവുമുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യേണ്ടി വന്നാലും ആ ഒരു ഉന്നതിയിലെത്താനായിട്ട് എത്ര കഷ്ടപ്പാടിനും സഹിക്കാനും തയ്യാറാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ ഈ ഒരു ചെറിയ കവിതയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിന് കാണാം. I remember sitting on the wide veranda of our Indonesian home, writing little poems and notes in a carefully guarded diary. I would sit and watch little ants carry large loads, determined to get to their destination. What was my destiny? I was already 12 years old, but what had I achieved? ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവള് കവിതകൾ എഴുതും, കഥകൾ എഴുതും. അവളിങ്ങനെ തന്നെ ഇരുന്ന് വരാന്തയിലിരുന്ന് കഥകളും കവിതകളും ഒക്കെ രചിക്കുമ്പോഴും ചെറിയ ചെറിയ കുഞ്ഞു ഉറുമ്പുകൾ, അത് ഉറുമ്പുകളെക്കാട്ടിലും വളരെ വലിയ വെയിറ്റ് ഉള്ള സാധനങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് പോകുന്നത്, വരിവരിയായി പോകുന്നത് ഈ കൊച്ചുകുട്ടി അല്ലെങ്കിൽ ഈ 12 വയസ്സുകാരി കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞു ഉറുമ്പുകൾ അവരെക്കാട്ടിലും ഭാരമുള്ളതും അവരെക്കാട്ടിലും വലുപ്പമുള്ളതുമായ ആ ചെറിയ ചെറിയ നമ്മുടെ കണ്ടത് ചെറുതാണ്, ചെറിയ ധാന്യമണികളൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്ന എന്തിനാണ്? അവർക്ക് വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ ഈ 12 വയസ്സുള്ള അവളുടെ മനസ്സിലും ഒരു ക്വസ്റ്റ്യൻസ് തോന്നി, അവരുടെ മനസ്സിലും കുറെ ചോദ്യങ്ങൾ തോന്നി. ഇത്രയും നാളുകൊണ്ട് ഞാൻ എന്ത് നേടിയെടുത്തു?
അതാണ് അവൾക്ക് ആദ്യം തോന്നിയ കാര്യം. It was 1983. We lived in Jakarta in a lovely white colonial home on a street that was quiet. നല്ല 1983 നടന്നൊരു കാര്യമാണ്. ജക്കാർത്തയിലെ ഒരു കൊളോണിയൽ ഹോമിലാണ് ഇവർ താമസിച്ചിരുന്നത്. It was a pleasant, almost perfect life until the day I was taken to visit an orphanage in the city. അപ്പം നമ്മൾ ഒത്തിരി അധികം ഗൗതമ ബുദ്ധൻ്റെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അവരെല്ലാം വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ രാജകീയമായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവരുടെ എന്തെങ്കിലും ഈ ഗൗതമ ബുദ്ധന്റെ കഥയിലാണെങ്കിലും എന്താണ് മരിച്ച ആൾക്കാരെ കണ്ടു അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടു. അങ്ങനെയുള്ള കുറെ ആൾക്കാരെ കണ്ടപ്പോഴാണ് മനസ്സിലായ ഈ ലോകത്ത് സങ്കടവും ഉണ്ടെന്ന് കഷ്ടപ്പാടുകളും ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതേപോലെ തന്നെ ഈ പെൺകുട്ടിക്കും അതേപോലെ തന്നെ ഒരു ദിവസം ഒരു ഓർഫനേജിൽ വിസിറ്റ് ചെയ്തു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ഓ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ലോകത്ത് ഇവിടെ ഉണ്ടോ എന്ന് അവൾക്ക് മനസ്സിലായത്. അത്രയും നാളും അവൾ വളരെ പ്ലസന്റ് ആയിട്ട് ശാന്തമായിട്ട് നല്ല സുഖം ലോലുപയായിട്ട് ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. I do not remember how the orphanage looked, but I vividly remember the children. I saw crying children, laughing children, quiet children, screaming children, and I remember not knowing what to do. അപ്പോൾ ആ ഓർഫനേജിന്റെ ബിൽഡിങ്ങിനെ കുറിച്ചൊന്നും ഇവർക്ക് ഓർമ്മയില്ല. പക്ഷേങ്കിൽ അവിടെ കണ്ട കുട്ടികളുടെ മുഖങ്ങൾ അവർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചിരിക്കുന്ന കുട്ടികൾ, കരയുന്ന കുട്ടികൾ, എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉള്ള കുട്ടികൾ, ഒന്നും മിണ്ടാത്ത കുട്ടികൾ, അങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ അവിടെ ഇരിക്കുന്നത്. അപ്പം അവരുടെ അവസ്ഥ എന്താണ് എന്നാണ് ഇപ്പോഴും അവളുടെ മനസ്സിൽ ആ ഒരു കുട്ടികളുടെ മുഖം അവളുടെ മനസ്സിലുണ്ട്. I returned to the orphanage every weekend. Perhaps it was merely curiosity or a sense of thankfulness for all that I had, or maybe every child's real desire to learn more about the world. അപ്പം ആ ഒരു വിസിറ്റിന് ശേഷം പിന്നെ എല്ലാ ആഴ്ചയിലും അവൾ ഈ ഒരു ഓർഫനേജിലേക്ക് വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് അറിയത്തില്ല, അവളുടെ ഒരു ക്യൂരിയോസിറ്റി ആകാം, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹമാകാം, അല്ലെങ്കിൽ ഇവൾക്ക് ഇത്ര സൗഭാഗ്യം ഉണ്ടല്ലോ, അച്ഛനുണ്ടല്ലോ, അമ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ അവൾക്ക് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു സൗഭാഗ്യങ്ങളെ കുറിച്ച് അവൾക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാകാം. എന്താണ് അവളുടെ കാര്യം എന്നറിയത്തില്ല. പക്ഷെ അവൾ എല്ലാ ആഴ്ചയും മറക്കാതെ ഈ ഒരു ഓർഫനേജിൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. My father was a banker who had to move cities. Growing up as a whirlwind of 10 schools across 5 countries that spanned the French, British, American and international school systems. അവളുടെ അച്ഛൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നുകൊണ്ട് ഓരോ വർഷവും അവൾ 10ാം ക്ലാസ് വരെ ആയപ്പോഴത്തേക്കിന് 5 കൺട്രീസ് അവൾ ട്രാവൽ ചെയ്തിരുന്നു. എവിടേക്കാണ്? ഫ്രഞ്ച്, ബ്രിട്ടീഷ്, അമേരിക്കൻ, അങ്ങനെ ഇന്റർനാഷണൽ സ്കൂൾ സിസ്റ്റംസ് എല്ലാം തന്നെ അവൾ ട്രാവൽ ചെയ്ത് അവിടെ എല്ലാം പഠിക്കാനുള്ള അവസരവും കിട്ടി. I began to understand that life wasn't perfect during my summer vacations. My summers were spent between the orphanage in Jakarta and trips back to Mumbai, where I volunteered as the Happy Home and School for the Blind. അവള് സമ്മർ വെക്കേഷൻസിൽ അവൾ ഒന്നെങ്കിൽ ജക്കാർത്തയിൽ ഓർഫനേജിൽ പോകും, അല്ലെങ്കിൽ മുംബൈയിലേക്ക് തിരിച്ചു വരും. അവിടെ അവള് ദ ഹാപ്പി ഹോമിലും പിന്നെ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിലും വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ അവള് മുംബൈയിലേക്ക് വരുമായിരുന്നു. I remember thinking of the beauty you can create when you look beyond what you can see. The school burst with confidence, children running up and down the staircases or playing cricket on the terrace with a ball that jingled. ഈ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I remember thinking of the beauty you can create when you look beyond what you can see. നമുക്ക് കാണുന്നതിനേക്കാട്ടിലും നമുക്ക് കൂടുതൽ ബ്യൂട്ടി ഒരു കാര്യത്തിൽ അനുഭവിക്കാൻ സാധിക്കും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞാൽ. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The school burst with confident children running up and down the staircases or playing cricket on the terrace with a ball that jingled. അപ്പം ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നെങ്കിൽ അവർ കൂട്ടുകാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെയർ കേസുകളിൽ കൂടി കയറി ഇറങ്ങി ഓടി സന്തോഷിക്കുക,
ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനെ ഓരോ സന്തോഷങ്ങളും ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഉള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. It was through these summer experiences in India that I began to see inequity. I would go from a family lunch to the dining hall at the blind school. I would watch through the window of my air-conditioned car as children would beg in the streets. ജീവിതത്തിൽ നമ്മൾ പല ആൾക്കാരെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാ ആൾക്കാരും ഇൻഇക്വാലിറ്റി ഫേസ് ചെയ്യുന്നതാണ്. ഇൻഇക്വാലിറ്റിയാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇവിടെ ഇവള് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവള് ആഹാരമൊക്കെ ഇവളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇവള് ബ്ലൈൻഡ് സ്കൂളിലേക്ക് പോകും. അപ്പൊ അവൾ ആ AC കാറിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ AC റൂമിൽ ഇരുന്നുകൊണ്ട് അവൾ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കിന് എന്താണ്, അവിടെ കുഞ്ഞുങ്ങള് ബെഗ് ചെയ്യാണ്, യാചിക്കുന്ന കുഞ്ഞു പിള്ളേരെയാണ് കാണുന്നത്. കുറച്ച് കുട്ടികൾ വളരെ സന്തോഷമായിട്ട് സ്കൂളിൽ പോകുന്നത്, എന്നാൽ കുറച്ച് കുട്ടികൾ വഴിയോരങ്ങളിൽ ആഹാരം പോലും ഇല്ലാതെ പിച്ചെടുക്കുന്ന കുട്ടികളെയാണ് കാണുന്നത്. I would see piles of wasted food at a friend's party, and when I left, I would notice a woman sitting on the side of the road, portioning out all too meager amounts of dal and rice for her family. ചിലപ്പം ഫ്രണ്ട്സിന്റെ പാർട്ടിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണാം കുറെ അധികം ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കി, ഉപയോഗിച്ചതുപോലും ആയിരിക്കത്തില്ല, വെറുതെ വേസ്റ്റ് ആക്കി കളയുക. മറ്റു ചിലപ്പോൾ കാണാം ഒരു അമ്മ അവരുടെ ചിലപ്പം ഡാലും ചോറും മാത്രമായിരിക്കും, അത് അവരുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും കുറച്ചായിട്ട് ഭാഗിച്ച് കൊടുക്കുന്നത് കാണാനും സാധിക്കും. I started to see the slums of Mumbai as the fabric of the city. Suddenly they appeared to be everywhere. I began to notice the disparity that existed in different people's lives. ഈ കുറച്ച് സ്ലംസിൽ, മുംബൈ സ്ലംസിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അവര് ഒരു നേരത്തെ ആഹാരമില്ലാതെ അല്ലെങ്കിൽ ശരിക്കും വസ്ത്രം ധരിക്കാനില്ലാതെ അവര് വളരെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വളരെ മുഷിഞ്ഞ രീതിയിൽ നടക്കുന്ന കൊച്ചു കുട്ടികളെ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, വഴിയിൽ യാചിച്ച് നടക്കുന്ന കുട്ടികളെയൊക്കെ. അപ്പം ആ കുട്ടികളെ കണ്ടതിന് ശേഷം നമ്മൾ വിചാരിച്ചു മുംബൈയിലെ സ്ലംസിൽ മാത്രമായിരിക്കും ഇതുള്ളത്. പക്ഷേ ലോകത്തിന്റെ പല കോണുകളിലും ചെന്നപ്പോൾ അവിടെ എല്ലാം തന്നെ ഇതേപോലുള്ള ആൾക്കാർ ഉണ്ട്. അതിൻ്റെ അർത്ഥം ലോകത്ത് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഹൈ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഉള്ളത്, ഏത് മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ ക്ലാസ് ഉണ്ട്, അതിനേക്കാളിലും താഴെ ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ള ഡിസ്പാരിറ്റി ഇവൾക്ക് മനസ്സിലായി. ഇറ്റ് വാസ് ദ സമ്മർ ഓഫ് 1989. ഇനി ഇത് 1989 നടന്നൊരു കാര്യമാണ്. As always, I was on my vacation in India. On one blistering Mumbai day, my taxi stopped at a traffic signal. 3 children ran up to my window, smiling and begging, and at that moment, I had a flash of introspection. ഒരു ദിവസം ഇവള് ഈ മുംബൈയിലൊരു സ്ട്രീറ്റിൽ ടാക്സി ഇതായിട്ട് ട്രാഫിക് ജാം ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ട്രാഫിക് ലൈറ്റിന് വേണ്ടിയിട്ട്, ട്രാഫിക് സിഗ്നലിന് വേണ്ടിയിട്ട് അവിടെ ഇവളുടെ കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പം 3 കുട്ടികൾ അവരിവരുടെ അടുത്തേക്ക് ഓടി വന്നു. ഇതുപോലെ 3 കുട്ടികളല്ല, ധാരാളം ഈ അവസരത്തിൽ, അല്ലെങ്കിൽ ഇത് 1989 നടന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മൾ പോയാലും അതേ അവസ്ഥ തന്നെയാണ്. കുട്ടികൾ എവിടെ ട്രാഫിക് സിഗ്നലിന് വേണ്ടിയിട്ട് വണ്ടികൾ നിർത്തുന്നു അവിടെ എല്ലാം തന്നെ കുട്ടികളെല്ലാം തന്നെ വണ്ടികളുടെ ഇടകളിലെല്ലാം തന്നെ വന്നിട്ട് ഈ ഡോറുകളിൽ വന്ന് മുട്ടും, നമ്മുടെ കാറിന്റെ ഡോറിൽ വന്ന് മുട്ടും. എന്തെങ്കിലും ആഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പൈസ എന്നുള്ള രീതിയിൽ വന്ന് മുട്ടും. ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ, 3 കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഇവർക്ക് വളരെയധികം ഒരു മനസ്സിൽ തന്നെ എന്തോ ഒരു ഫ്ലാഷ് വന്ന പോലെ. Nothing too unusual had happened, but as I looked at them, I suddenly knew that my life would have more meaning if I stayed in India. ആ 3 ബെഗ് ചെയ്യുന്ന അല്ലെങ്കിൽ യാചിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഞാൻ ഇന്ത്യയിൽ നിന്നാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്, അപ്പോൾ അതെനിക്ക് ചെയ്തേ സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. In the days that followed, I kept thinking about those kids and that moment. India was answering the search for purpose that I had felt ever since I was a child. I was being challenged to find my identity. I wanted to be part of making these
better for children. I knew then that this could be my country and that whatever I did here could make more of a difference than in the manicured reality of my university life in the States. അപ്പം സ്റ്റേറ്റ്സിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുന്നതിനെക്കാട്ടിലും എൻ്റെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വത്വം ഞാൻ ആരാണെന്നുള്ള റിയാലിറ്റി എനിക്ക് പ്രൂവ് ചെയ്യാനും എനിക്ക് തന്നെ മനസ്സിലാക്കാനും സാധിക്കുമെന്ന് അന്ന് അവള് ഡിസിഷൻ എടുത്തു. അന്ന് അവൾക്ക് മനസ്സിലായി. ഇത്രയും നാളും ഒരു 12 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോൾ മുതൽ അവൾ ചിന്തിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എനിക്ക് എന്ത് ഗ്രേറ്റ്നെസ് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ചിരുന്ന ഒരു ഉറുമ്പുകളെ കണ്ട് ആലോചിച്ചിരുന്ന അവൾ ഇന്ന് ആ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. എൻ്റെ പാവപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തുള്ള സ്ലമ്മിലുള്ള ബെഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ അതിനേക്കാട്ടിലും പുണ്യമായിട്ട് മറ്റൊന്ന് എനിക്ക് ചെയ്യാനില്ല. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻസ്, സ്റ്റേറ്റ്സിലുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻസ് ഒന്നും തന്നെ എനിക്ക് തരാൻ കഴിയുന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് നേടാനായിട്ട് സാധിക്കുമെന്നാണ് അവൾക്ക് മനസ്സിലായി. Nervously, a week before I was to return to Boston, I telephoned my parents to try and explain the jumbled feeling that culminated in my strong desire to move back to Mumbai. അപ്പം തിരിച്ച് ഇവിടെ ബോസ്റ്റണിലേക്ക് പോകേണ്ട ദിവസങ്ങളെടുത്തു. ഒരാഴ്ചക്ക് മുന്നേ വിളിച്ചിട്ട് പാരൻസിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലെ ഫീലിങ്സ് ഉണ്ട്. I want to stay back in India. I want to stay back in Mumbai. മുംബൈയിൽ തന്നെ തുടരണം, മുംബൈയിൽ വർക്ക് ചെയ്യണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്നവള് പറഞ്ഞു. They listened carefully, but advised me and cautioned that living in Mumbai would be vastly different from my current vacation. അന്ന് അവര് അച്ഛനും അമ്മയും വളരെ ശാന്തമായിട്ട് ഇവള് പറഞ്ഞതെല്ലാം തന്നെ കേട്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു വെക്കേഷന് വന്ന് മുംബൈ താമസിക്കുന്ന അത്ര സുഖകരമായിരിക്കത്തില്ല അവിടെ ജീവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. But when I persisted, they agreed on 2 conditions. That I would get admission into a good undergraduate college in the city and later I would travel abroad for my graduate degree. അപ്പം അവർ പറഞ്ഞു, ഓക്കെ ശരി, നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നീ നിന്നോ, പക്ഷേ 2 കണ്ടീഷൻസ്. ഏതെങ്കിലും നല്ലൊരു കോളേജിൽ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യണം, മാത്രമല്ല ഗ്രാജുവേഷൻ ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് എബ്രോഡിലേക്ക് ചെല്ലണം. ഈ 2 കാര്യങ്ങളാണ് അവളുടെ പാരൻസ് അവളോട് പറഞ്ഞത്. The only place I could think to start was St. Xavier's, where my parents had studied. സെയിൻറ്റ് സേവിയേഴ്സ് വളരെ നല്ലൊരു കോളേജാണ്, മുംബൈ യൂണിവേഴ്സിറ്റിയുടെ. അവിടെ തന്നെയാണ് ഇവളുടെ പാരൻസും പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആ കോളേജ് തന്നെ ഇവള് സെലക്ട് ചെയ്തു. I walked into the crowded college office and asked for an appointment to see the principal. Admissions shut 3 months earlier. 3 മാസം മുന്നേ തന്നെ അഡ്മിഷൻ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. I was told, and the principal doesn't give appointments. ഈ മുംബൈ കോളേജസിലെ പ്രിൻസിപ്പൽസിനെ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രേഞ്ചർ, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പോലും പ്രിൻസിപ്പലിനെ കാണാൻ ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് എനിക്ക് പ്രിൻസിപ്പളുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് അധികം ബുദ്ധിമുട്ടാണ്. I stood in the corridor outside the office, choking back frustration. As sudden, students standing outside witnessed the exchange between the principal's assistant and me. He came over and whispered with a wink, "There is a side door to the principal's office. You may want to try that." അപ്പം ഇവള് പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് അസിസ്റ്റന്റിനോട് പറഞ്ഞു, എനിക്ക് പ്രിൻസിപ്പലിനെ കാണുന്നു. അവർ പറഞ്ഞു, നടക്കത്തില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുക, പിന്നെ ഡയറക്റ്റ് പ്രിൻസിപ്പലിനെ ചെന്ന് കാണാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. അപ്പം ഈ കോൺവെർസേഷൻ എല്ലാം കേട്ടുകൊണ്ട് നിന്ന ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അവിടെ അടുത്ത് ഈ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് കയറാനായിട്ട് ഒരു സൈഡ് ഡോറുണ്ട്, ആ ഡോറിൽ കൂടെ കയറി പ്രിൻസിപ്പലിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വാ, ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. I went straight through the side door. Father De Cruz looked up quizzically and opened his mouth. But before he could say anything, I blurted out what I had rehearsed. "Father, my life is in your hands. I want to do something for the children of India. I don't know how, only that I must." അപ്പം ഫാദർ
ഫാദർ ഡിക്രൂസ് അദ്ദേഹം ഇവളെ കണ്ട് ഞെട്ടിയിരിക്കുക, ഇത് എതുവഴി കയറി വന്നു എന്നുള്ള രീതിയിൽ. അപ്പം ഫാദർ അതിന് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യം ചെയ്യാനാണ്, അപ്പം അതുകൊണ്ട് എനിക്ക് എന്നെ ഫാദറൊന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കിവിടെ ഒരു അഡ്മിഷൻ തരണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. അതെല്ലാം ഒറ്റ ശ്വാസത്തിൽ തന്നെ പറഞ്ഞു തീർത്തു. He was curious enough to ask me a few questions, and at the end of our conversation, the father thankfully granted me admission to St. Xavier's College. അങ്ങനെ ഇവൾക്ക് സെയിന്റ് സേവിയേഴ്സ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. The academic system at St. Xavier's was different from the system in the US. Here, a far more bookish form of learning replaced the academic rigor and intellectual stimulation and I had received in Massachusetts. I quickly realized that I'd be able to learn more in the city beyond the classroom. അപ്പം ഇവിടെ സേവിയേഴ്സിൽ far more bookish form of learning, far more bookish learning എന്ന് പറഞ്ഞാൽ ബുക്കുകളിൽ നിന്ന് മാത്രമുള്ള ലേണിങ്ങിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് the academic rigor and intellectual stimulation. academic rigor എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സ്വന്തമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് പഠിക്കത്തില്ലേ, അതിനാണ് അക്കാഡമിക് റിഗർ എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളൊരു കാര്യം കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഇത് എന്തുകൊണ്ട് എന്ന് തോന്നുന്ന ആ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം, അതാണ് ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ. ഇതെല്ലാം തന്നെ ഇവർക്ക് മാസച്യൂസെറ്റ്സിൽ ലഭിച്ചിരുന്നു, അതായത് വിദേശത്തുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. അങ്ങനെ ഇവൾ എന്തായാലും കൊള്ളാം, ഇവൾക്ക് മനസ്സിലായി ക്ലാസ് റൂം ട്രെയിനിങ്ങിനേക്കാളും കൂടുതലായിട്ട് ഇവൾക്ക് വെളിയിലേക്ക് ഇറങ്ങി ഇവൾക്ക് ആൾക്കാരുമായിട്ട് സംവദിച്ചാൽ കിട്ടുമെന്ന് ഇവൾക്ക് മനസ്സിലായി. Now that I lived in India, I wanted to understand it in a different and deeper way than I had during my summer holidays. ഞാനിപ്പോൾ ഇന്ത്യയിലാണ്. ഞാൻ നേരത്തെ ഇവിടെ സമ്മർ ഹോളിഡേയ്സിന് മാത്രം ജസ്റ്റ് ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ താമസിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിയണം. I walked around the city just watching and listening. One day I walked into a sprawling low-income community which was a maze of tiny alleyways buzzing with life. An estimated 10,000 people lived here with no running water, no system of waste disposal, and shared 6 dark cubicle toilets that lined an adjoining alley. അപ്പോൾ ഇങ്ങനെ ഇവള് മുമ്പേ എക്സ്പ്ലോർ ചെയ്ത് പോയപ്പോൾ ഒരു ചെറിയൊരു റോഡ്, ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട്, അല്ലേ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു റോഡാണ്, വളരെ ഇടുങ്ങിയ റോഡ്, അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഏകദേശം 10,000 ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ആകെ റണ്ണിങ് വാട്ടർ ഇല്ല, വെള്ളമൊക്കെ വളരെ ക്ഷാമമാണ്. ചില സമയത്ത് വെള്ളം വരും, വരുന്ന സമയത്ത് വെള്ളം എല്ലാവരും പിടിച്ച് ശേഖരിച്ച് വീട്ടിൽ വെക്കും. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒരു മാർഗവുമില്ല. മാത്രമല്ല അവർക്ക് ടോയ്ലറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആകെ 6 സെക്ഷനിൽ 6 ടോയ്ലറ്റ്സ് ഉള്ള അങ്ങനെ 2-3 ടോയ്ലറ്റ്സ് മാത്രമാണ് ഉള്ളത്, അതും വളരെ വൃത്തിഹീനമായിട്ടുള്ള. ഇതാണ് അവരുടെ ജീവിത സാഹചര്യം. I walked around that afternoon speaking with children, wondering how life would be different if each one of them had access to the opportunities that would fill their greatest potential. Walking down the narrow passages, I must have looked a little dazed when a soft-spoken girl dressed in a beautiful sari welcomed me into her home. Her name was Sandhya. She was also 18 like me. She didn't speak a word of English and I didn't speak a word of Hindi, but she smiled and laughed and chatted a lot and I felt an immediate connection with her. Sandhya's life was so different from mine. അങ്ങനെ ഈ അലയിൽ കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു പെൺകുട്ടി, ഒരു സാരിയൊക്കെ കൊടുത്ത ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തു. അവളുടെ പേര് സന്ധ്യ എന്നാണ്. സന്ധ്യ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവളും
ഇവർ രണ്ടുപേരും 18 വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൾക്ക് ഒരു അഫെക്ഷൻ തോന്നിയത്, ഒരു സ്നേഹം കൂടുതൽ തോന്നിയത്. എന്തായാലും സന്ധ്യയുടെ വീട്ടിൽ പോയി. സന്ധ്യക്ക് ഹിന്ദി മാത്രമേ അവൾക്ക് സംസാരിക്കുന്നുള്ളൂ. എന്നാൽ ഇവള് ഹിന്ദിയല്ല സംസാരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും രണ്ടുപേരും കൂടെ വളരെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. Every day I would go to her house after college. Her home was smaller than the bathroom of my house. അപ്പോൾ ഒരു കമ്പാരിസൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ ബാത്റൂമിൻ്റെ അത്രയും പോലും വലുപ്പമില്ലാത്തൊരു വീട്ടിലാണ് സന്ധ്യ താമസിക്കുന്നത്. പക്ഷേ കോളേജ് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും സന്ധ്യയുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. When a few children poked their heads inside the doorway to say he to us, she welcomed them in. These children eventually formed the first class I would teach. Each day, a few more kids would crowd into the little home and ask to learn a few words in English, or a little math, or a song. Even though I knew very little of India, I felt useful and confident. അങ്ങനെ സന്ധ്യയുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് കുട്ടികൾ വരും. അവർ വന്നിട്ട് ഹായ് എന്നൊക്കെ വെച്ചിട്ട് വരും. അപ്പോൾ അവരെ കൂടെ സന്ധ്യ വിളിച്ച് അകത്ത് കയറ്റും. അങ്ങനെ അവർ വന്നിട്ട് ഇവരോട് ചോദിക്കും, എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞു തരാമോ? അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, ഇംഗ്ലീഷ് സെൻറ്റൻസസ് പഠിപ്പിച്ചു കൊടുക്കും, ചില കവിതകൾ പഠിപ്പിച്ചു കൊടുക്കും, റൈംസ് പഠിപ്പിച്ചു കൊടുക്കും, കുറച്ച് മാത്സ് പഠിപ്പിച്ചു കൊടുക്കും. ഇന്ത്യൻ എഡ്യൂക്കേഷനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ പോലും എന്തായാലും ഇവൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവള് പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. This became my routine. I'd leave college as soon as I could and rush to my new world in the community. Here I saw truth and hope. The children would shout, "Didi, Didi," excitedly when I went there. This was starting to feel like a lifelong commitment. കോളേജ് കഴിഞ്ഞിട്ട് വളരെ വേഗം തന്നെ സന്ധ്യയുടെ വീട്ടിലേക്ക് ഓടും. അപ്പം ഇവളെ കാണുമ്പോൾ തന്നെ ആ കുട്ടികളെല്ലാം കൂടെ വിളിച്ച് പോവും, ദീദി 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 വന്നേ ദീദി വന്നേ എന്നുള്ള സന്തോഷത്തിൽ. കാരണം ഈ വലിയ പണക്കാരൊക്കെ അവരുടെ വീടുകളിലൊന്നും സാധാരണ ചെല്ലാറില്ല. ചെന്നാൽ തന്നെ ഇവരോടൊക്കെ വളരെ നികൃഷ്ടമായ രീതിയിലായിരിക്കും പെരുമാറുന്നത്. അപ്പം വളരെ സ്നേഹത്തോടെ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ദീദിയെ അല്ലെങ്കിൽ ഇവളെ വളരെയധികം കുട്ടികൾക്ക് കാര്യമായിരുന്നു. Akanksha was born of the simple idea that India had people who could teach, spaces that could be utilized as classrooms, and the funds with which to educate all the children. Everything exists. I just need to find a way to bring all together. ആകാംക്ഷ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കാനുള്ള കാരണം ഇന്ത്യൻ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകണമെന്നുള്ള ആഗ്രഹത്തോടെ ആണ് ഈ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് രൂപീകരിച്ചത്. അപ്പം ഇവർക്ക് കുറച്ച് ഫണ്ട് വേണം. ഫണ്ട് കുറച്ചുണ്ടെങ്കിൽ പോലും ഇതിനെല്ലാം തന്നെ ഒന്ന് മെർജ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിനെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവർക്ക് ഉണ്ടായിരുന്നു. The people in the community wanted only 3 things: housing, water and education. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ: housing, water, education. I realized that if I wanted the students to take school seriously, they needed an environment free of the community's distractions. So we started the search for our first Akanksha Center space. കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത, അവർക്ക് മറ്റുള്ള തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു റൂം കണ്ടെത്തേണ്ട ആവശ്യം ഇവർക്ക് വന്നെത്തിയത്. I approached 20 schools in the city requesting to give just 1 classroom in their school building for 3 hours every evening. എല്ലാ ഈവനിങ്ങിനും 3 മണിക്കൂർ വേണ്ടിയിട്ട് ഒറ്റ ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് അവൾ ഏകദേശം 20 സ്കൂളുകളിൽ കയറി ഇറങ്ങി, ഈ സ്ലമ്മിലുള്ള അല്ലെങ്കിൽ ഈ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. All of them refused for the most illogical reasons. വളരെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള റീസൺസ്. അവർ വേണേൽ പറഞ്ഞാണോ, ഈ കുട്ടികളെയൊക്കെ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ കയറ്റി കഴിഞ്ഞാൽ അവരവിടെ വൃത്തികേടാക്കും, അല്ലെങ്കിൽ അവിടെ നാശമാക്കും, പ്രശ്നമാകും, പേരൻസ് വഴക്കുണ്ടാക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവർ
ഇവളെ അവിടുന്ന് ഓടിച്ചു വിട്ടു. Some administrators claim that the idea of teaching unprivileged children was way too revolutionary, while others complained that they would spread diseases to other students. അപ്പം അൺപ്രിവിലേജ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികം കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ മാത്രം വിദ്യാഭ്യാസത്തെ നിഷേധിക്കുന്ന ഒരു ഇന്ത്യയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഒരു റെവല്യൂഷനായിട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും മുദ്രകുത്തിയത്. അവര് ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ സ്ലം ഏരിയയിലൊക്കെ വരുന്ന കുട്ടികൾ മറ്റു കുട്ടികൾക്കൂടെ എന്തെങ്കിലും രോഗങ്ങൾ പടർത്തി കൊടുക്കും, അല്ലെങ്കിൽ അവരെയൊക്കെ ചീത്തയാക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവളെ ഇവിടെ നിന്നെല്ലാം ഓടിച്ചു വിട്ടത്. A principal of a reputed school even complained how she simply couldn't allow the children into her school, as the glass bangles worn by the daughters of the fishermen would scratch the desk of her classrooms. മറ്റൊരു പ്രിൻസിപ്പൾ പറഞ്ഞ എന്താണെന്നറിയോ, ഈ ഫിഷർമാൻ ഗ്രൂപ്പിൽ അവരുടെ കുട്ടികൾ ഇടുന്ന ഗ്ലാസ് ബാങ്കിൾസ്, കുപ്പിവളകൾ കൊണ്ട് ഈ സ്കൂളിൻ്റെ ക്ലാസ് റൂമിലെ ഡെസ്കുകൾക്ക് സ്ക്രാച്ച് വീഴുമെന്ന്, പാട് വീഴുമെന്ന്. Finally, when I was almost ready to give up, the principal of the Holy Name High School in Colaba agreed to give a room that became the first Akansha Center. അങ്ങനെ ഇവൾ വിചാരിച്ചു ഇനി സ്കൂളുകളൊന്നും കിട്ടത്തില്ല, ആരും സഹായിക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കൊലാബയിലുള്ള ഹോളി നെയിം ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞു, ശരി ഞാൻ ഒരു റൂം തരാം, നിങ്ങൾക്ക് ഒറ്റ റൂം മാത്രമേ തരത്തുള്ളൂ എന്നുള്ള കണ്ടീഷനിൽ അവിടെ ഒരു റൂം കൊടുത്തു. I mobilized volunteers from St. Xavier's to teach and made a rough plan of what they'd teach. അങ്ങനെ ഇവള് സെയിൻറ്റ് സേവിയേഴ്സിലുള്ള, അതായത് ഇവളുടെ കൂട്ടുകാരെയൊക്കെ ക്ലാസ്മേറ്റ്സ് ആകാം, കോളേജ് മേറ്റ്സിനെയൊക്കെ കൂടെ അവരോട് പറഞ്ഞിട്ട് എന്തൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം, അങ്ങനെ ഒരു വോളണ്ടിയറിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ. I just wanted the class to be a place where the children can feel safe, a space where they can live and the difficulties of their lives behind and just be children. അവരുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലത്താണെങ്കിൽ അവർ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന കുട്ടികളായിരിക്കാം, അച്ഛനമ്മമാരുടെ കൂടെ പണിക്ക് പോകുന്ന കുട്ടികളൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും കുട്ടികളാവാൻ സാധിക്കത്തില്ല. അവരെപ്പോഴും ആ ജോലിയുടെ ഭാരമായിരിക്കാം അവരുടെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു കുട്ടിയാണ് അല്ലെങ്കിൽ തങ്ങളും കുട്ടികളാണെന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് ഇവർ തീരുമാനിച്ചു. Akansha formally came into existence in 1991 from a single class with 15 children. Akansha grew to 58 centers, 6 schools with over 3,500 children. വെറും 15 കുട്ടികളുമായിട്ട് ഒറ്റ ക്ലാസ്സിൽ തുടങ്ങിയതാണ് 1991 ആകാംക്ഷ എന്ന സംഘടന. ഇന്നത് 58 സെന്റേഴ്സ് ഉണ്ട്, 6 സ്കൂളുകൾ, 3,500 ചിൽഡ്രൻ ഉണ്ട്. The program developed very organically over years. വളരെ പതിയാണ് ഇത് ഡെവലപ്പ് ചെയ്തു വന്നത്. Like a soup made special by chefs, tossing in what's needed after each tasting. അവളെ ഈ ആകാംക്ഷ എന്ന സംഘടന ഉണ്ടായി വന്നതിനെ കുറിച്ച് കമ്പയർ ചെയ്തിരിക്കുന്ന ഒരു വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ഷെഫ് എങ്ങനെയാണ് ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കുന്നത്. ഓരോ ഇൻഗ്രീഡിയൻസും പുതിയതായിട്ടൊരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് അത് വളരെ വ്യക്തമായിട്ട് ടേസ്റ്റ് ചെയ്ത് എന്ത് ചേർക്കണം എന്ത് ചേർക്കണ്ട എന്നെല്ലാം ചിന്തിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു സൂപ്പ് പോലെയാണ് ആകാംക്ഷ ഡെവലപ്പ് ചെയ്ത് വന്നതെന്നാണ് പറയുന്നത്. എ ബ്ലെൻഡ് ഓൾ ഇറ്റ്സ് ഓൺ. ദ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് വെയർ ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്ത്, ടു ദാറ്റ് എ ഡാഷ് ഓഫ് വാല്യൂസ്, സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. ഇവിടെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാത്സും ബേസിക് ഇംഗ്ലീഷും, അതിൻ്റെ കൂട്ടത്തിൽ സെൽഫ് എസ്റ്റീം. നമ്മൾ ഇപ്പം സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മുടെ
വ്യക്തിത്വ ഡെവലപ്മെന്റ്, വാല്യൂസ്. നമ്മൾ കുറേയധികം വാല്യൂസ് വേണം നമ്മൾക്ക് ജീവിക്കുമ്പോൾ. മാത്രമല്ല കോൺഫിഡൻസ്. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ടുള്ള കഴിവ്, അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ മാത്രമാണ് ഈ സ്കൂളിൽ, അല്ലെങ്കിൽ ഇതൊരു സ്കൂളെന്ന് സാധാരണ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ബുക്കുകളെ മാത്രം ബേസ് ചെയ്ത് പഠിക്കുന്ന ഒരു സ്കൂളിനെ കുറിച്ചോ എഡ്യൂക്കേഷനെ കുറിച്ചോ നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. ആകാംക്ഷ എന്ന് പറയുന്ന സംഘടന ഈ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ ചെറിയൊരു പഠിത്തം മതി അവർക്ക് ജീവിതത്തിൽ വിജയങ്ങൾ നേടാനായിട്ട്. അതാണ് ഇവിടെ നമ്മളുടെ സഹീൻ മിസ്ത്രി നമ്മളോട് പറയുന്നത്. നമ്മളുടെ ജീവിതം, നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തുക, അത് കണ്ടെത്തിയ ശേഷം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതാണ് നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അത് കണ്ടെത്താത്തിടത്തോളം കാലം നമ്മൾ വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച് മരിക്കത്തുള്ളൂ. അതെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അന്ന് നിങ്ങളൊരു സക്സസ്ഫുൾ മനുഷ്യനായി മാറുന്നതായിരിക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ബൈ.